ഹലോ ഗായ്സ് വാട്സ്ആപ്പ് കനാലിലേക്ക് സ്വാഗതം. കനാലിലേക്കല്ല, വീഡിയോയിലേക്ക് സ്വാഗതം, യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്ന് എജ്യൂപോർട്ടിൻ്റെ ജോഗ്രഫിയുടെ കുറച്ച് ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് നമ്മൾ സംഭവിക്കുന്നത്? നാളെ നമ്മൾ പരീക്ഷ ഹാളിൽ കയറുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ട് നിങ്ങളോട് ഉറപ്പ് വരുത്തിയിരിക്കണം, പഠിച്ചിരിക്കണമെന്ന് ഉറപ്പായിട്ട് പറയാനുള്ള ചില ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രഡിക്ഷൻ വീഡിയോ കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കിട്ടുന്നില്ലെങ്കിൽ അതൊക്കെ സമയത്തിന് വൈകാതെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോണം. എങ്കിലേ അത് സമയത്ത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ലേറ്റ് ആയി പോവും. പരീക്ഷ ഹാളിൽ കയറാൻ സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത്. അപ്പോൾ അത് കണ്ടു പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിക്കോളുന്നില്ല. സോ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചേക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ പ്രത്യേകം ലൈക്ക് ചെയ്ത് പ്രത്യേകം കമൻറ്റുകളൊക്കെ ഇടുക. കാരണം ജോഗ്രഫിക്ക് നമുക്ക് ഇതൊക്കെ തന്നെ ഉള്ളു അല്ലേ, ഇതൊക്കെയാണ് നമുക്ക് സെറ്റാക്കാനുള്ളത്. സോ ഒരു കമൻറ്റ് അവിടെ ഇട്ടേക്ക്, നമ്മളത് പൊളിച്ചിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രെഡിക്ഷൻസ് ആണ്. അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്? ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ ചോദ്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, ഉത്തരം പറയുന്നില്ല. കാരണം ലൈവുകളിൽ നമ്മൾ ഉത്തരങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ പരീക്ഷകളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ലൈവ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഉത്തരങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് ചോദ്യങ്ങൾ? ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആദ്യമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. നോക്കൂ. Question number 1. Write any 3 evidences. 3 തെളിവുകൾ തരാനാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ ഫേവർ ഓഫ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്, വൻകര വിസ്ഥാപനത്തിന്റെ അനുകൂല തെളിവുകളിൽ ഏതെങ്കിലും 3 എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 തെളിവുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വൻകര വിസ്ഥാപന സിദ്ധാന്തം, അവിടെ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആരാണ് കൊണ്ടുവന്നത്? ആൽഫ്രഡ് വെഗ്നർ ആണ് കൊണ്ടുവന്നത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. ഇദ്ദേഹം ഇതിൽ പറഞ്ഞത് ആദ്യം 2 കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സൂപ്പർ കോണ്ടിനെന്റ് ഉണ്ടായിരുന്നു. സൂപ്പർ കോണ്ടിനെന്റ്, ഒരു വലിയ വൻകരയുണ്ടായിരുന്നു. വൻകര. ആ വൻകരയ്ക്ക് അദ്ദേഹം പേര് വിളിച്ചത് എന്തായിരുന്നു? പാൻജിയ. എന്താണ് വിളിച്ചത്? പാൻജിയ എന്ന പേരാണ് വിളിച്ചത്. ദെൻ ഒരു വലിയ സമുദ്രമുണ്ടായിരുന്നു. ഓഷ്യൻ ഉണ്ടായിരുന്നു. സമുദ്രമുണ്ടായിരുന്നു. സമുദ്രത്തിന് അദ്ദേഹം പേര് വിളിച്ചത് പന്തലാസ എന്നായിരുന്നു. പന്തലാസ എന്നായിരുന്നു അദ്ദേഹം പേര് വിളിച്ചത്. അപ്പോൾ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ അദ്ദേഹം കുറച്ച് തെളിവുകൾ തന്നിട്ടുണ്ട്. ആ തെളിവുകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, വൻകരകൾ അടുത്ത് കിടക്കുന്നു, ഗോൾഡ് ഡെപ്പോസിറ്റ് കാണുന്നു, ജീവികളുടെ ഫോസിൽ കാണുന്നു അല്ലേ, ഒരുപാട് തെളിവുകൾ അദ്ദേഹം തന്നിട്ടുണ്ട്. ആ തെളിവുകളെ നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കണം. അതിലേതെങ്കിലും 3 എഴുതിയാൽ മതി. ചോദ്യം വൻകര വിസ്ഥാപനത്തിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷാ പേപ്പറിൽ പ്രതീക്ഷിച്ചിരിക്കണം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യം നോക്കൂ. Question number 2. Write about the characteristics of the 2 major island groups of India. ഇന്ത്യയുടെ 2 ഐലൻഡ് ഗ്രൂപ്പുകളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐലൻഡ് ഗ്രൂപ്പുകൾ, ഇന്ത്യക്ക് 2 ഐലൻഡ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ 2നെയും കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ഒരു പട്ടികയാക്കുക, ഒരു ബോക്സ് വരയ്ക്കുക. 2 ഐലൻഡ് ഗ്രൂപ്പിൽ ആദ്യം എഴുതുക. ഏതാണ്? ലക്ഷദ്വീപ് ഐലൻഡ്സ് അല്ലേ, ലക്ഷദ്വീപ് ഐലൻഡ്സ്. മറ്റേതേതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇതാണ് 2 നമ്മുടെ എല്ലാ ദ്വീപസമൂഹങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എടുത്ത് പട്ടികപ്പെടുത്തി എഴുതുക. ഇനി ഇത് ചെറിയ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാത്രം എഴുതാൻ പറഞ്ഞിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനെ കുറിച്ച് എഴുതുക, ആൻഡമാനെ കുറിച്ച് എഴുതുക. 2-ലേതെങ്കിലും 1 മാത്രമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓരോന്നിലും എത്ര ദ്വീപുകളുണ്ട്, ഓരോന്നിൻ്റെയും ക്യാപിറ്റൽ എവിടെയാണ്, മനുഷ്യവാസയോഗ്യമായത് എത്ര എണ്ണമാണ്, ഓരോന്നിലും എത്രയാണ്, ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണ്, അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, അഗ്നിപർവ്വതത്തിൻ്റെ പേരെന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക. ഇവിടുത്തെ ക്യാപിറ്റൽ, തലസ്ഥാനം എവിടെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് എഴുതി കൊടുക്കുകയും ചെയ്യുക. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ചോദ്യം നമ്പർ 3. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ 3 ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ദ എർത്ത്സ് ഇന്റീരിയർ. നോക്കൂ, ഇന്റീരിയറെ കുറിച്ച്, ഭൂമിയുടെ ഉള്ളറയിലെ 3 പാളികളെ കുറിച്ച് എഴുതുക. കണ്ടല്ലോ 3
പാളികളെ കുറിച്ച് എഴുതുക. ഇതാണ് ചോദ്യം. പാളികൾ. ഭൂമിയുടെ ഉള്ളറയ്ക്ക് 3 പാളികളുണ്ട് നമ്മുടെ ഭൂമി അല്ലേ. ഈ ഭൂമി കേക്ക് പോലെ ഇങ്ങ് മുറിച്ചെടുത്താൽ ആ കേക്ക് പീസിനെ നമുക്ക് 3 ലെയറുകളായിട്ട് നമുക്ക് കാണാം അല്ലേ. 3 ലെയറുകളായിട്ട് നമുക്ക് കാണാം. ആദ്യത്തെ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ്. രണ്ടാമത്തെ ലെയറിനെ നമുക്ക് മാൻഡിൽ എന്ന് പറയാം. മാൻഡിൽ എന്ന് പറയാം. ദെൻ മൂന്നാമത്തെ ലെയറിനെ കോർ എന്നും പറയാം. ഇങ്ങനെ 3 ലെയേഴ്സായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ക്രസ്റ്റിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേനെ നമുക്ക് സിയാൽ എന്ന് വിളിക്കാം. വൻകരാഭൂവൽക്കമാണ് എന്ന് പറയുന്നത്. വൻകരാഭൂവൽക്കമാണ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സിയാൽ എന്ന് പറയുന്നത്. രണ്ടാമത് ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്. സമുദ്രഭൂവൽക്കമുണ്ട്. സമുദ്രഭൂവൽക്കത്തെ സിമ എന്ന് നമുക്ക് പറയാം. നമ്മൾ അതിനെ വേർതിരിച്ചു. ഇനി അതുപോലെ തന്നെ മാൻഡിലിനെ നമുക്ക് 2ആയിട്ട് പറയാം. മാൻഡിലിനെ അപ്പർ മാൻഡിൽ എന്നും ഇതിനെ ലോവർ മാൻഡിൽ എന്നും പറയാം. അപ്പർ മാൻഡിൽ എന്നും ലോവർ മാൻഡിൽ എന്നും പറയാം. ഇനി കോറിനെയും 2ആക്കാം. കോറിനെ 2ആക്കിയിട്ട് ഔട്ടർ കോർ എന്ന് പറയാം. അതേപോലെ തന്നെ ഉള്ളിലുള്ളതിനെ ഇന്നർ കോർ എന്നും പറയാം. ഇങ്ങനെ നമുക്ക് അതിനെയും ക്ലാസിഫൈ ചെയ്യാം. ഇതാണ് ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളറയുടെ 3 പാളികളെ കുറിച്ചാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്? കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞത്. പ്രധാനപ്പെട്ട 3 പാളികൾ ഇതാണ്. അപ്പോൾ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ സബ് ഡിവിഷൻസിനെ കുറിച്ചും നമ്മുടെ കുറിപ്പിനകത്തുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ചേർത്ത് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും ദൂരം എത്രത്തോളമാണ്, ആഴം എത്രത്തോളമാണ്, ഇത് എത്ര കിലോമീറ്ററാണ് താഴേക്കുള്ളത്, ഇതെത്ര കിലോമീറ്ററാണ് താഴേക്കുള്ളത്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് താഴേക്കുണ്ട് അല്ലേ. ഇവിടുത്തെ ഓരോന്നിൻ്റെയും പ്രത്യേകത എന്തൊക്കെയാണ്, ഓരോ ഭാഗത്തിൻ്റെയും പ്രത്യേകത എന്തൊക്കെയാണ്, അകക്കാമ്പിൽ എന്തൊക്കെയാണ്, നിഫെ എന്ന് പറയുന്നത് എന്തിനെയാണ് അല്ലേ, ഒക്കെ നമ്മൾ പഠിച്ചല്ലേ. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആൻസറിനകത്തുണ്ടാകണം. വളരെ നല്ല പെർഫെക്റ്റ് ആൻസർ എഴുതിയിട്ട് അതിനെ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ അല്ലേ? യെസ്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം എവിടെ? Question number 4. Write about the characteristics of different layers of the atmosphere. നോക്കൂ, ലെയർ ചോദിക്കുന്ന രണ്ടാമത്തെ ലെയർ. 2 ലെയറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ എർത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ലെയർ. ഇനി രണ്ടാമത് പഠിക്കാനുള്ളത് എർത്തിൻ്റെ പുറത്ത് അന്തരീക്ഷത്തിൻ്റെ ലെയർ. അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളുടെ സവിശേഷതകളെ കുറിച്ച് എഴുതുക. പാളികളെക്കുറിച്ച് ഉറപ്പായിട്ടും ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. സോ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഭൂമിയുടെ നിരപ്പിൽ നിന്ന് പല ലെയറുകളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു. ഭൂമിയോട് ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് അത് ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ. ട്രോപ്പോസ്ഫിയർ ആണ് ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത്. അതിന് മുകളിൽ നമുക്ക് രണ്ടാമത്തെ ലെയർ കാണാം. രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലേ. മൂന്നാമത്തെ ലെയർ അതിന് മുകളിൽ കാണാം. മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് മെസോസ്ഫിയർ ആണ്. ദെൻ നാലാമത്തെ ലെയർ നമുക്ക് തെർമോസ്ഫിയർ കാണാം അല്ലേ. തെർമോസ്ഫിയറിന് മേലെയാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ അല്ലേ. എക്സോസ്ഫിയർ കാണാം. ഈ ലെയേഴ്സ് ഓർത്ത് വെക്കുക. താഴേന്ന് മേലേക്ക് പോകുന്ന ഓർഡറിൽ അത് ഓർത്ത് വെക്കാൻ കൂടെ ചെയ്യാം. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ട്രോപ്പോസ്ഫിയറിൻ്റെയും സ്ട്രാറ്റോസ്ഫിയറിൻ്റെയും ഇടയിലായിട്ട് ഈ ട്രോപ്പോപോസ് കാണാം. ആദ്യം ഏതാണോ അതിൻ്റെ പോസാണ് കാണുക. അപ്പോൾ ഇവിടെ ട്രോപ്പോപോസ് കാണാം. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെയും മെസോസ്ഫിയറിൻ്റെ ഇടയിലായിട്ട് ആദ്യം സ്ട്രാറ്റോസ്ഫിയർ അല്ലേ, അപ്പോൾ സ്ട്രാറ്റോപോസ് കാണാം. ദെൻ മെസോസ്ഫിയറിൻ്റെയും തെർമോസ്ഫിയറിൻ്റെ ഇടയിലായിട്ട് ആദ്യം മെസോസ്ഫിയർ അല്ലേ, അപ്പോൾ മെസോപോസ് കാണാം. അപ്പോൾ ഇവിടെ തെർമോപോസ് ഒന്നും പിന്നെ എക്സോസ്ഫിയറിൻ്റെ ഇടയിലായിട്ടില്ല. ഈ 3 പോസ് റീജിയനുകളും നമുക്ക് കാണാം എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇതിൽ നിന്ന് പഠിച്ചു വെക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ സ്ഥിതി ചെയ്യുന്ന സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസോണോസ്ഫിയർ എന്ന് നമ്മൾ വിളിക്കുന്നു. ഓസോൺ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഓസോണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഓസോണിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് O3 എന്നാണ് ഓസോണിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. കിട്ടിയില്ലേ? അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ ലെയേഴ്സ് മനസ്സിലാക്കി വെക്കുക. ലെയേഴ്സ് എഴുതുക. ലെയേഴ്സ് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം. ലെയേഴ്സിൻ്റെ പിക്ചർ അവർ തരും. ലെയേഴ്സിൻ്റെ പിക്ചർ തന്നിട്ട് ഈ ലെയേഴ്സ് എവിടെയാണ് എന്ന് മാർക്ക് ചെയ്യുക. ABCD ഇത് മാർക്ക് ചെയ്യുക എന്ന് പറയും. അങ്ങനെ മാർക്ക് ചെയ്യാൻ പറയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. അതിന് നമ്മളിത് പഠിച്ചു വെച്ചാൽ മതി. ഈസി ആയിട്ട് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം നോക്കാം. Question number 5. The speed and direction of the wind are influenced by the combined effect of the 3 forces. 3 ഫോഴ്സസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്നത്. ആ 3 ബലങ്ങളുടെ പേര് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് 3 ബലങ്ങൾ എന്ന് പറയുന്നത്? ഒന്നാമത്തെ ബലം എന്ന് പറയുന്നത് ഏതാണ്? അത് പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്. പ്രഷർ
ഗ്രേഡിയൻറ്റ്. മർദ്ദച്ചെരിവാണ് അല്ലേ, മർദ്ദച്ചെരിവ്. രണ്ടാമത് ഏതാണ്, നമ്മുടെ കൊറിയോലിസ് ഫോഴ്സ് ആണ്. കൊറിയോലിസ് ഫോഴ്സ്, കൊറിയോലിസ് ബലം. മൂന്നാമത്തെ ഏതാണ്, ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ. ഘർഷണം മൂലം ഉണ്ടാകുന്ന ബലം. ഈ 3 ബലങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കൃത്യമായിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഗുരുത്വാകർഷണമല്ല, ഘർഷണം നിരക്ക്. അപ്പോൾ കൃത്യമായിട്ട് ഇതിനെ സ്വാധീനിക്കുന്നുള്ളതാണ്. ഈ 3 ബലങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ കാറ്റിൻ്റെ വേഗതയും ദിശയും മാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത് ആൻസറിലേക്ക് പകർത്തി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 ഉണ്ട്. ഡിഫൈൻ ദ ടേം കണ്ടൻസേഷൻ. എന്താണ് കണ്ടൻസേഷൻ എന്ന് എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഐഡന്റിഫൈ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. കണ്ടൻസേഷന്റെ വിവിധ രൂപങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. കണ്ടൻസേഷൻ എന്താണ്, ആദ്യം ഇവാപ്പറേഷൻ ഒന്ന് സങ്കല്പിച്ചാൽ മതി. ഒരു കുളമോ എന്തോ ഉണ്ട്, അതിലൊരുപാട് വാട്ടർ ഉണ്ട്. ആ വാട്ടർ നീരാവിയായിട്ട് എന്ത് ചെയ്യാണ്, സൂര്യൻ്റെ ചൂട് കൊണ്ട് നീരാവിയായിട്ട് എന്ത് ചെയ്യാണ്, മുകളിലേക്ക് ഉയരുകയാണ്. ആ മുകളിലേക്ക് ഉയരുന്ന ആ നീരാവിയെ നീരാവിയാകുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇവാപ്പറേഷൻ അല്ലേ. ഈ നീരാവി പിന്നീട് എന്തായിട്ട് മാറുന്നറിയോ, ചെറിയ ജലകണികകളായിട്ട് മാറും. ഈ നീരാവി മാറും. ആ ജലകണികകളായിട്ട് മാറുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കണ്ടൻസേഷൻ. കണ്ടോ, അഥവാ ഘനീകരണം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഘനീകരണം നടക്കുന്ന ഈ പ്രോസസ്സ് നീരാവിയായ, അതായത് വാട്ടർ മോളിക്യൂളായിട്ട് മാറുന്ന, ജലത്തുള്ളിയായിട്ട് മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഘനീകരണം എന്ന് പറയുന്നത്. ഈ വാട്ടർ മോളിക്യൂളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, മഴയായിട്ടും മഞ്ഞായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭൂമിയിലേക്ക് പെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിനെ വിളിക്കുന്ന പേര് പ്രസിപ്പിറ്റേഷൻ. എന്താണ്, പ്രസിപ്പിറ്റേഷൻ അഥവാ വർഷണം എന്ന് പറയും. വർഷണം എന്ന് പറയും. താഴേക്ക് മഴയായിട്ട് വീഴുന്നത്, ഈ ജലത്തുള്ളികൾ മഴയായിട്ട് താഴേക്ക് വീഴുന്നത് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയും. മഴയായിട്ട് താഴേക്ക് വീണത് വീണ്ടും എന്ത് സംഭവിക്കുന്നു, ഇവാപ്പറേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഈ കണ്ടൻസേഷൻ സംഭവിക്കുന്നു. പ്രസിപ്പിറ്റേഷൻ, ഇങ്ങനെ പ്രോസസ്സ് മാറി നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഘനീകരണം സംഭവിക്കുന്നത് ഏതെല്ലാം രൂപത്തിലൂടെയാണ് എന്നതാണ് ചോദ്യം രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് ചോദ്യത്തിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഒരുപാട് രൂപത്തിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ് ഡ്യൂ പോലെ അല്ലേ, തുഷാരം പോലെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം. അതേപോലെ തന്നെ മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് പോലുള്ള ഭാഗങ്ങൾ അല്ലേ, മഞ്ഞ്, നേർത്ത മൂടൽ മഞ്ഞും അതേപോലെ തന്നെ കനത്ത മൂടൽ മഞ്ഞും അല്ലേ, ഇങ്ങനെ കനത്ത മൂടൽ മഞ്ഞും നമുക്ക് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു രൂപമാണ് ഡ്യൂ മിസ്റ്റ് പോലെ തന്നെ മറ്റൊരു രൂപമാണ് അതിൻ്റെ സ്നോ എന്ന് പറയുന്ന, സ്നോ മീൻസ് പിന്നെ നമ്മുടെ ക്ലൗഡ് എന്ന് പറയുന്ന മറ്റൊരു രൂപം, നമുക്ക് ഇതും എന്താണ്, ഒരു കണ്ടൻസേഷൻ ഫോമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻസേഷൻ, പിന്നെ പ്രസിപ്പിറ്റേഷനിലെ സ്നോയൊക്കെ എന്താണ്, ഇതിൻ്റെ നമ്മളെ കണ്ടൻസേഷൻ ഫോമിന് ശേഷം പ്രസിപ്പിറ്റേഷൻ ഫോമായിട്ട് വരുമ്പോഴാണ് സ്നോയും നമ്മുടെ സ്ലീറ്റും അതേപോലെ നമ്മൾ പിന്നെ ആലിപ്പഴം ഒക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലെ, ഹെയിൽ സ്റ്റോം, അതൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു പിന്നെ ഇതിന് ശേഷം പ്രസിപ്പിറ്റേഷനിലൂടെയാണ് എന്നും ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ കണ്ടൻസേഷൻ ഫോമിൽ നമുക്ക് ഡ്യൂയും മിസ്റ്റും ഫോഗും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു വെക്കുകയും ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 7, പ്രിപ്പയർ എ നോട്ട് ഓൺ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫെൻസസ് ബേസ്ഡ് ഓൺ റിപ്പീറ്റേഷൻ. അതായത് വേലികളെ കുറിച്ച്, അതായത് ടൈഡ് കേട്ടോ, ടൈഡ് വേലികൾ. ഓക്കെ, വേലികൾ. അത് മലയാളത്തിൽ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ആണല്ലോ, ഡോണ്ട് കെയർ ഇറ്റ്. അപ്പോൾ ഇത് ടൈഡുകളെ കുറിച്ച്, വേലികളെ കുറിച്ച് എഴുതുക. വേലിയേറ്റം, വേലിയിറക്കം അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ. 2 തരം ടൈഡുകളുണ്ട്. ഏതാണ്, സ്പ്രിംഗ് ടൈഡ്, അതേപോലെ തന്നെ നീപ്പ് ടൈഡ്, വാവു വേലിയും അതേപോലെ സപ്തമി വേലിയും അല്ലേ. നമ്മുടെ സൂര്യൻ, ഒരു സൈഡിൽ സൂര്യൻ, ഒരു സൈഡിൽ ചന്ദ്രൻ, ഒരു സൈഡിൽ എർത്ത്, ഇത് മൂണ് അല്ലേ. ഇത് നേരെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് സ്പ്രിംഗ് ടൈഡുകൾ ഉണ്ടാക്കും. ഇത് 90 ഡിഗ്രി കോണിൽ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതായത് ഇവിടെ ഭൂമി നിൽക്കുകയാണ്, എർത്ത് അല്ലേ, ഇവിടെ സണ്ണ് നിൽക്കുകയാണ് അല്ലേ, ഇവിടെ മൂണ് നിൽക്കുകയാണ്
ഇങ്ങനെ 90 ഡിഗ്രിയിൽ വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇത് രണ്ടാമത്തെ കേസ്, ഇത് ഒന്നാമത്തെ കേസ് അല്ലേ, ഇത് ഒന്നാമത്തെ കേസ്, ഇത് രണ്ടാമത്തെ കേസ്. ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങൾ സംഭവിക്കാം. ഇതാണ് സ്പ്രിംഗ് ടൈഡ്, ഇതാണ് നീപ്പ് ടൈഡ്. ഏറ്റവും കൂടുതൽ ആക്റ്റീവായ ടൈഡ് എന്ന് പറയുന്നത് അത് സ്പ്രിംഗ് ടൈഡാണ്. ഏറ്റവും കൂടുതൽ ശക്തമായ ടൈഡ് സ്പ്രിംഗ് ടൈഡാണ്. രണ്ട് സൈഡിൽ നിന്നും പിടിച്ചു വലിക്കും. ദെൻ അത്ര ശക്തിയില്ലാത്ത ടൈഡുകളാണ് നീപ്പ് ടൈഡുകൾ എന്ന് പറയുന്നത്. ഈ സ്പ്രിംഗ് ടൈഡിൻ്റെ സമയത്ത്, നീപ്പ് ടൈഡിൻ്റെ സമയത്തൊക്കെ രണ്ട് രൂപത്തിലാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഇവരുടെ ഗ്രാവിറ്റേഷണൽ പുള്ളാണ്, ഇവർ രണ്ടുപേരും നമ്മളെ പിടിച്ചു വലിക്കുന്നതാണ് അതിൻ്റെ ഒരു കാരണം, അവിടെ ടൈഡ് സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം നമ്മുടെ ഭൂമിയുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ബസ് ഒരു വളവൊക്കെ തിരിയുകയാണെന്നുണ്ടെങ്കിൽ ആ വളവ് വീശി ഒടിക്കുന്ന സമയത്ത് ബസ് ഇങ്ങനെ ചെരിയും അല്ലേ. ബസ് ചെരിയുമ്പോൾ നമ്മളും ചെരിയും. നമ്മൾ വീഴാതിരിക്കാൻ നമ്മളൊരു ബലം പ്രയോഗിക്കാറില്ലേ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വളഞ്ഞിരിക്കും അല്ലേ. കാരണം എന്താ, ആ ബസ് അപ്പുറത്തേക്ക് ചെരിയുമ്പോൾ നമ്മളങ്ങോട്ട് വീഴാതിരിക്കാൻ ഇങ്ങോട്ടേക്ക് നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടേക്ക് നമ്മളെ പിടിച്ചു വലിക്കും അല്ലേ. ഇതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതേ പ്രോസസ്സ് ഇവിടെ ടൈഡിൻ്റെ കേസിൽ സംഭവിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ലൈവിൽ വരികയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ പറയാം. അവസാനിപ്പിക്കുകയാണ്. എക്സാമിൻ ദ ഗിവൻ പിക്ചർ. ഈ പിക്ചർ കണ്ടിട്ട് ഇതിൽ നിന്ന് എഴുതാനാണ് പറഞ്ഞത്. ഉറപ്പിച്ചോ, ഈ ഒരു ചോദ്യം പരീക്ഷാ പേപ്പറിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ചോദ്യത്തിൽ ഈ ഒരു ചിത്രം കണ്ടാൽ ഉടൻ നമ്മൾ മനസ്സിലാക്കണം ഇത് എന്തിനെ കുറിച്ചാണ്. ഇറ്റ്സ് അബൌട്ട് ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ചിത്രം കണ്ട അപ്പം ഐഡൻറ്റിഫൈ ചെയ്യണം ലാൻഡ് ബ്രീസ് ആണോ സീ ബ്രീസ് ആണോ എന്നുള്ളത്. കാരണം ഇവിടുന്ന് കാറ്റ് വരുന്ന നോക്കൂ, കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റടിച്ച് വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് സമയത്താണ്, എങ്ങനെയാണ്, എവിടെയാണ് ഉച്ചമർദ്ദം, എവിടെയാണ് ന്യൂനമർദ്ദം എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. സോ ദീസ് ആർ അവർ ക്വസ്റ്റ്യൻസ്. സോ ഉറപ്പായിട്ടും പഠിക്കാം, നമ്മളിത് തകർത്തിരിക്കും. ആൻഡ് സൂപ്പറായിട്ട് പരീക്ഷ എഴുതുക. ലൈവിൽ മറക്കാതെ വരിക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് മീ മാസിൻ സൈനിങ് ഓഫ്.